ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിണ്ണത്തപ്പമാണ്. ശരിക്കും ഈ കിണ്ണത്തപ്പം പൊതുവേ തൃശ്ശൂർ ജില്ലയിലാണ് കൂടുതൽ ഇത് കണ്ടിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരുകാരുടെ എന്നെ ഇത് പഠിപ്പിച്ചതും ഒരു തൃശ്ശൂരുകാരി തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് നീന ആൻ്റണി എന്ന് പറയും. പുള്ളിക്കാരത്തി ആണിത് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു തന്ന് ഞാനങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ പുള്ളിക്കാരിയേക്കാളും നന്നായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പുള്ളി തന്നെ പറയും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെറും കിണ്ണത്തപ്പമല്ല, ഏത്തപ്പഴവും കൂടെ ചേർത്ത ഒരു കിണ്ണത്തപ്പമാണ്. ഏത്തയ്ക്ക കൂടുതൽ പഴുത്തു പോയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഉപയോഗിക്കണ്ടേ? അങ്ങനെയും നമ്മുടെ വീടുകളിൽ സംഭവിക്കുമല്ലോ. അതിനു വേണ്ടിയാണ് ഇത് ചേർത്ത കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. ഇവിടെ ഇത് കണ്ടോ, ഈ തൊണ്ട് കറുത്ത ഏത്തപ്പഴത്തിന് പറയുന്നത് ഈ അകത്തിരിക്കുന്ന അയണിൻ്റെ ഭാഗം തൊണ്ടയിലോട്ട് കൂടുതൽ ഓവർ പഴുപ്പാകുമ്പോൾ തൊണ്ടിൻ്റെ അകത്തോട്ട് വരും. അങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ടാണ് തൊണ്ട് കറക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതാണ് ഈ കറക്കാൻ കാരണം എന്ന്. അങ്ങനെ വരുമ്പോൾ അകത്ത് അധികം അയണില്ല എന്നല്ലേ അർത്ഥം. ഏതായാലും ഈ തൊണ്ട് അരിഞ്ഞ് മിക്സിയിലടിച്ച് വെള്ളത്തിലൊഴിച്ച് ചെടിക്കൊഴിച്ചാൽ ചെടികൾ നന്നായിട്ട് പൂക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് 4 ചെറിയ കഷ്ണങ്ങളായിട്ട് വീതം അരിഞ്ഞെടുക്കാം. ദേ ഇങ്ങനെ കണ്ടോ, ഇന്ന കനം വേണമെന്നോ ഒന്നുമില്ല, ഇന്ന ഷേപ്പിൽ അരിയണമെന്നോ ഒന്നുമില്ല. ഇത് നല്ലപോലെ ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറും കിണ്ണത്തപ്പമല്ല, ഏത്തപ്പഴം കൊണ്ടുള്ള കിണ്ണത്തപ്പം. അപ്പം ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് ചൂടാകുമ്പോൾ ഈ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇങ്ങോട്ട് ചേർക്കുക. നല്ല മണം വരുമ്പോൾ ഇത് നിർത്താം. നെയ്യും ഏത്തപ്പഴവും കൂടെ കൂടിയാൽ ഒരു രക്ഷയില്ല. അത്ര നല്ല ഒരു വാസനയാണതിന്. ഇതാണ് ശരിയായ ഈ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ഈ വാസനയ്ക്കാണ്. നമുക്കത് വളരെ ഇഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് ഈ കുത്തി നമ്മൾ ഒന്ന് ഉടയ്ക്കുന്നുമുണ്ട് കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്കിത് കുഴയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണ്ടോ നിങ്ങളിപ്പോൾ, കുത്തി നമ്മൾ ഉടച്ചതാണ് ഇളക്കിയ വഴി. ഇനി ഇതൊന്ന് തണുക്കട്ടെ. നമുക്കേ 1 കപ്പ് തേങ്ങ കണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലിട്ട് ഇതും ഒന്ന് മൂപ്പിക്കാതെയും എടുക്കാം. എനിക്ക് മൂപ്പിക്കാതെ എടുക്കുന്നതാണ് ഇഷ്ടം. തേങ്ങ ഒരു അസാധ്യ കഴിവുകളുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഞാൻ ഈ പരന്ന പാത്രത്തിലേക്ക് ഇടുന്നു. 1 കപ്പ് അരിപ്പൊടി. സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി. ഇനി ഇത് വറക്കുകയൊന്നും വേണ്ട. ഏലക്കാപ്പൊടി, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഇട്ടത്. കൂടുതലൊന്നും ഇട്ടിട്ടില്ല. 1 ടീസ്പൂൺ, ഒരു ശകലം വെളുത്തതോ കറുത്തതോ ആയ എള്ള് മതി. 1 ടീസ്പൂൺ അത്രേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇതിലേക്ക് ശർക്കര അരിച്ചൊഴിക്കാം. ശർക്കരയ്ക്കകത്ത് അഴുക്കൊന്നുമില്ല, എന്നാലും നമ്മളൊരു ഉറപ്പ്. ഇതൊന്ന് കുഴച്ച് നോക്കട്ടെ. കട്ടയില്ലാതെ കുഴയ്ക്കണം. ഇതൊക്കെ കൈകൊണ്ട് ചെയ്യുന്നതാണ് ഇഷ്ടവും. ഇതൊരു 1/2 സ്പൂണുണ്ട്, ടീസ്പൂൺ ഉപ്പാണ്. അതിൻ്റെ പകുതിയേ ഞാൻ ഇടുന്നുള്ളൂ. ഇതിലേക്ക് ഇനി വേണ്ടത് നമ്മുടെ വേവിച്ച് തണുപ്പിച്ച് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, അതൊന്ന് നമുക്ക് കുഴച്ചിട്ട് ഇതും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി എല്ലാം ചേർത്ത് ഒന്നും കൂടെ കുഴയ്ക്കുക. കണ്ടോ, ഇത് നിങ്ങൾക്ക് വേണേൽ ഇപ്പോൾ അടയുണ്ടാക്കാം. അടയായിട്ട് പരത്തിയിട്ട് ഇലയിൽ ഇത് ആവിക്ക് പുഴുങ്ങിയെടുക്കാം. അല്പം കൂടെ വെള്ളം ചേർത്തിട്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ശകലം വെള്ളം ചേർക്കണം അതിന്.
കേക്കിൻ്റെ കൂട്ടിൻ്റെ പാകം. ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒന്ന് മുറുകിക്കോട്ടെ. കുറച്ചുകൂടെ വെള്ളം വേണം. ഇരുന്നപ്പോൾ മുറുകി. ഒരു ശകലം നെയ്യും കൂടെ രുചിക്ക് വേണ്ടി ഒഴിച്ചു. ഒന്നുകൂടെ ഒന്ന് ലൂസാക്കണം. ഉണ്ടോ? ഇപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റാണ്. നമുക്കിത് കേക്കിൻ്റെ പാത്രത്തിലോ വീട്ടിലെ ഏതെങ്കിലും ഒരു പരന്ന പിഞ്ഞാണത്തിലോ ഏത് പാത്രത്തിൽ വേണേലും നിങ്ങൾക്കിത് ഉണ്ടാക്കാം. നമുക്കിത് കണ്ടോ, ഒരു അടിയിലൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓയിൽ പേപ്പർ കൊണ്ട്. അതില്ലെങ്കിൽ വെറുതെ നെയ്യ് പുരട്ടിയാലും മതി. നമുക്കിത് കൺസിസ്റ്റൻസി കറക്റ്റായി. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതൊട്ടും പൊങ്ങില്ല കേട്ടോ. വേകുമ്പോൾ പൊങ്ങുമെന്നാരും വിചാരിക്കരുത്. നമുക്ക് ഇനി ഇത് വേവാൻ വയ്ക്കാം. ഒരു 30 മിനിറ്റ് കഷ്ടിച്ച്. ഇപ്പോൾ ഏകദേശം 25-30 ആയിട്ടുണ്ട് മിനിറ്റ്. നമുക്കൊന്ന് നോക്കാം, തുറന്ന് നോക്കാം. കമത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു കുറച്ച് സമയം ഇരിക്കണം. വെന്തതാണ്, വേകാത്ത മാവല്ല. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കമത്തിയിടാം. ഇത് സൈഡൊക്കെ വിട്ടു. ഒന്നുകൂടെ ഒന്ന് വിടിയിപ്പിച്ച് നോക്കുക ഞാൻ. ഇനി ഒരു പ്ലേറ്റിലോട്ട്. ഇതിപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന അത്രയും തണുപ്പ് ആയി എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുണ്ടെന്നർത്ഥം. ഇത് നോക്കൂ, കിണ്ണത്തപ്പം കാണാമല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഈ ഒരു ഭംഗിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും ഇടാം. ഞാനിപ്പോൾ നട്ട്സ് ഇടണ്ടെന്ന് വെച്ചു. നമുക്കൊന്ന് കുടഞ്ഞിട്ട് നോക്കാം എങ്ങനെ വരുമെന്ന്. കണ്ടല്ലോ, ഓയിൽ പേപ്പർ പോന്നു പോലുമില്ല. കണ്ടോ? ഇനി നമുക്കിതൊന്ന് മുറിക്കാം. നോക്കൂ, നമുക്കിനി ഇത് വേർപെടുത്തി കഷണങ്ങളാക്കി കഴിക്കാം. ഇത് ഗോതമ്പ് പൊടിക്കും ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ കുറച്ചുകൂടെ തളുതളുപ്പ് വരും. പക്ഷേ രുചി ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടോ. ഏത്തപ്പഴമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കടിക്കാൻ കിട്ടും. അങ്ങനെ നല്ല വാസന വരുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഏത്തപ്പഴക്കിണ്ണത്തപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കാം. ഒന്ന് ട്രൈ ചെയ്യണേ. ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം വരും ഇങ്ങനെ പഴം കളയേണ്ട ഘട്ടം പോലെ നമുക്ക് തോന്നും. പക്ഷേ അകം പോയിട്ടുണ്ടാകുകയില്ല. അതെടുത്ത് ഇതുപോലെ നമുക്ക് ഒരു കിണ്ണത്തപ്പം ചൂടാം. ഇത് മുറിച്ച് തിന്നാൻ ധൃതി പിടിച്ച് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മുറിച്ചും കഴിഞ്ഞു. നിങ്ങളിടയ്ക്ക് ഇത് ശ്രമിക്കുമല്ലോ. എനിക്കറിയാം പലരും ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന്. ആ ശ്രമം, ആ അറ്റംപ്റ്റ് വെറുതെ പോകുകയില്ല. അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലും കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഇത് കൊടുക്കുന്നത്. 4 മണിക്ക് പിടിച്ചു കെട്ടിയ കാളെ തിന്നാൻ തയ്യാറായിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വിശക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലതാണ്. വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാം. ശ്രമിക്കണേ. നന്ദി, നമസ്കാരം.